അരുംകൊലയിലും ക്രൂരതയിലും നടുങ്ങി കേരളം. 2 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന്റെ കാരണം തേടി പോലീസ്. സ്വന്തം മുത്തച്ഛൻ പിഞ്ചോമനങ്ങളെ പിച്ചിച്ചീന്തുന്ന നാട്ടിൽ പീഡനത്തിനിരയായ അതിജീവിതയ്ക്കും ജീവിതത്തിലേക്ക് തിരിച്ചെത്താനായില്ല. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. മുളിത്തോട് പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി പോലീസ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, എന്താണ് വിശദാംശങ്ങൾ? വിനീഷ്, മുഖീബാണ് മരണപ്പെട്ടത്. അതായത് 25 വയസ്സുകാരനായ മുഖീബാണ് മരണപ്പെട്ടത്. പ്രതി മുഹമ്മദ് ആസിഫാണ്. ഈ മുഖീബിന് മുഹമ്മദ് ആസിഫിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന ഒരു സംശയത്തിൽ കൊലപ്പെടുത്തിയതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തിനാ തന്നെയും വയനാട് വെള്ളമുണ്ടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉള്ളത്. ഇരുവരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. രണ്ടുപേരും UP സ്വദേശികളാണ്. അതായത് ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ആസിഫ് ഓട്ടോയിൽ പോവുകയും ഒരു ബാഗിൽ, അതായത് ഈ മരണപ്പെട്ട ആളുടെ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹം 2ആയി മുറിക്കുകയും പിന്നീട് അത് ബാഗിൽ കൊണ്ടുപോയി പാലത്തിനടിയിലേക്ക് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ട ഓട്ടോ ഡ്രൈവർക്ക് സംശയം വരികയും ഓട്ടോ ഡ്രൈവർ സംശയത്തിന് ശേഷം പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ഈ പ്രതി കൊല ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുകയും തുടർന്ന് ഈ മുഖീബിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. മുഖീബിനെ ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. എന്തിനാ തന്നെയും വലിയൊരു പോലീസ് സന്നാഹം ഈ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മരണപ്പെട്ട ആളുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തിനാ തന്നെയും വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അർജുൻ നൽകിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. പ്രതി ഹരികുമാർ ഒറ്റയ്ക്കാണോ കൊലപാതകം നടത്തിയതെന്ന് പറയുമ്പോഴും അമ്മയുടെ പങ്കുകൂടി പോലീസ് സംശയിക്കുന്നു. പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുട്ടിയുടെ അമ്മയെ റൂറൽ SP നേതൃത്വത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. കേരളത്തെ നടുക്കിയ ദേവേന്ദു കൊലപാതകത്തിൽ 2ാം ദിനവും അടിമുടി ദുരൂഹതയാണ്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ ഇന്നലെ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആ കൊലയിലേക്ക് എത്തിച്ച കാരണം എന്തെന്നതിൽ ദുരൂഹതയും സംശയവും തുടരുകയാണ്. പ്രതിയായ ഹരികുമാറും ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് തെളിവുകൾ പോലീസിന്റെ പക്കലേക്ക് എത്തുകയാണ്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഈ ബന്ധമാണോ കുഞ്ഞിന്റെ കൊലയിലേക്ക് നയിച്ചതെന്ന ദുരൂഹതയും സംശയവും ഈ മണിക്കൂറിലും തുടരുന്നുണ്ട്. കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമെന്നാണ് ഹരികുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് അത് വിശ്വാസയോഗ്യമായി എടുത്തിട്ടില്ല. ഈ കേസിൽ കുഞ്ഞിന്റെ അമ്മ കൂടിയായ ശ്രീധുവിന്റെ പങ്കുകൂടി അന്വേഷിക്കണമെന്ന് പിതാവും പിതാവിന്റെ അച്ഛനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന് ഇത്തരത്തിൽ തന്നെയാണ് ശ്രീധുവിന്റെ ഭർത്താവ് മൊഴി നൽകിയിരിക്കുന്നത്. കൂടാതെ ശ്രീധുവിന്റെ ഗുരുനാഥൻ കൂടിയായ ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഈ ഘട്ടത്തിലും തുടരുകയാണ്. മുൻപ് മുട്ടക്കച്ചവടം നടത്തി ഇന്ന് ഗുരുനാഥനായി മാറിയ ദേവിദാസന് ഈ കൃത്യത്തിൽ പങ്കില്ല എന്നാണ് ദേവിദാസൻ എന്ന പ്രദീപിന്റെ കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്. അങ്ങനെ ഇല്ല, അങ്ങനെ പൂജയൊന്നുമില്ല. കൂടുതലുള്ളത് ദേഹപ്രശ്നം
ഈ അമ്പലങ്ങളിലെ പൂജയും അത് ഉത്സവ സമയത്ത് അവരൊന്ന് വിളിക്കും. അത് സാറ് പഠിച്ചത് എനിക്കറിഞ്ഞില്ല, സാറിനാണ് അതൊക്കെ സാറിന് അതൊന്നും വെക്കാത്തില്ല. സാറെല്ലാം പഠിച്ച സാറിൻ്റെ ഞാൻ അതൊന്നും എനിക്കറിഞ്ഞില്ല. വേറെ കേസിൽ എനിക്കറിഞ്ഞില്ല എന്താണ് ഈ പൈസ കേസിലാണ് എനിക്കറിയാം. പുറത്തുനിന്ന് ജ്യോതിഷം അറിയാൻ വേണ്ടി വരും. അത് എന്നും ഇല്ല അങ്ങനെ ഒന്നും. ഇവിടെ ആളെല്ലാം പഠിച്ചു നോക്കണം. ഇവിടെ മാന്ത്രികം മന്ത്രം ഒന്നും പഠിപ്പിക്കില്ല. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല സാറിന്. ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവം സൂക്ഷിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇരുവരും അടുത്തടുത്ത മുറികൾ ഉണ്ടായിരുന്നെങ്കിലും വീഡിയോ കോൾ അടക്കം ഈ ദിവസങ്ങളിലും ചെയ്തിരുന്നു. ഇരുവരുടെയും നിഗൂഢതകൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഒരുങ്ങുന്നത്. ശ്രീധുവും സഹോദരൻ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിഗമനം. ഇതിനായി ഹരികുമാർ നിരന്തരം ശ്രീധുവിനെ പ്രലോഭിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ഈ പ്രലോഭനം തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നും പറയപ്പെടുന്നു. ഈ ബന്ധത്തിന് തടസ്സം നിന്നത് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസ് നിഗമനം. ഇനിയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. സംശയങ്ങളും തീർന്നിട്ടില്ല. നിഗൂഢതകൾ നിറഞ്ഞ കേസിലെ ദുരൂഹതകൾ നീക്കാനാണ് പോലീസ് ഈ മണിക്കൂറിലും ശ്രമിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന്റെ നിഗമനം ഇത്തരത്തിലാണ്. പക്ഷേ ഇയാള് ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. അത് അങ്ങനെ മുഴുവൻ പറയാറായിട്ടില്ല. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പം ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഉണ്ടോന്നോ ഇല്ലയോന്ന് ഇപ്പോൾ പറയാൻ ഈ അവസരത്തിൽ പറയാൻ നിർത്തിയില്ല. അതിൽ അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് നാൾ ജീവിക്കേണ്ട ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്തിനാണ്? പാതിമയക്കത്തിൽ ഈ അരുംകൊല ചെയ്തത് ആരാണ്? എപ്പോഴാണ്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? കൂടാതെ ഹരികുമാറിന്റെ മുറിക്കുള്ളിലെ തീപിടുത്തം എപ്പോൾ, എങ്ങനെയുണ്ടായി? ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമേ ദേവേന്ദു എന്ന പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിലെ യഥാർത്ഥ ചിത്രം തെളിയൂ. ക്യാമറമാൻ അനൂജാനാവൂരിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം. എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു. കഴിഞ്ഞ 5 ദിവസമായി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നുച്ചയ്ക്ക് 2:15 കൂടിയായിരുന്നു പെൺകുട്ടിയുടെ അന്ത്യം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺസുഹൃത്തിന്റെ അതിക്രൂര മർദ്ദനത്തിന് 19-കാരി ഇരയായത്. 5 ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര CI KN മനോജ് പറഞ്ഞു. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇൻക്വസ്റ്റ് ആണ് ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ് ആണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി 1 വർഷമായി സൗഹൃദത്തിലായിരുന്നു. മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കഴുത്തിൽ കുരുക്കിയ ഷാളും പോലീസ് കണ്ടെടുത്തിരുന്നു. വാക്കുതർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു, പിന്നീട് ശ്വാസം മുട്ടിച്ചു. കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ഇതിൽ മനംനൊന്താണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജനം, കൊച്ചി. കുണ്ടറ പീഡനക്കേസിൽ പ്രതിയായ മുത്തച്ഛന് 3 ജീവപര്യന്തം തടവ്. കൊട്ടാരക്കര ഫസ്റ്റ് ട്രാക്ക് സെക്ഷൻ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷാവിധി. 13 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചെന്നും പീഡനത്തിൽ മനംനൊന്ത് 10 വയസ്സുകാരി തൂങ്ങി മരിച്ചെന്നുമായിരുന്നു കേസ്. കുട്ടിയുടെ മുത്തച്ഛനായ പ്രതി കുറ്റക്കാരനാണെന്ന് രാവിലെ തന്നെ കോടതി വിധിച്ചിരുന്നു. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല. പോക്സോ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്നാണ് കോടതി വിധിച്ചത്. പ്രതിക്ക് 3 ജീവപര്യന്തമാണ് ശിക്ഷ.
6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 2017 ജനുവരി 15-നാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പോലീസ് അന്വേഷണത്തിൽ വൻ വീഴ്ചയുണ്ടായി. പിന്നീട് ഏറെ വൈകിയാണ് പ്രതിയായ മുത്തച്ഛനെ പോലീസ് പിടികൂടിയത്. വിചാരണയ്ക്കിടെ പ്രധാന സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയിരുന്നു. കുട്ടിയുടെ അച്ഛനാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാനും കുട്ടിയുടെ അമ്മയുടെ അച്ഛനായ പ്രതി ശ്രമിച്ചിരുന്നു. ജനം, കൊല്ലം. CPM നേതാവും മുൻ മന്ത്രിയുമായ EP ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമെന്ന വ്യാജേനെ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ലക്ഷങ്ങൾ തട്ടിയത്. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വ്യാജ ഉത്തരവുകളും പണം നൽകിയവർക്ക് ഇയാൾ കൈമാറിയിരുന്നു. ആലപ്പുഴ കൈനഗരി സ്വദേശി സുമയുടെ പരാതിയിലാണ് തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി അനിൽകുമാറിനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മകൻ അഭിലാഷും തട്ടിപ്പിൽ പങ്കാളിയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ നഴ്സുമാരുടെ ഒഴിവുണ്ടെന്നും നിയമനം നൽകാമെന്നും പറഞ്ഞായിരുന്നു ഇയാൾ പരാതിക്കാരിയെ സമീപിച്ചത്. മുൻ മന്ത്രിയും CPM നേതാവുമായ EP ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നേരിട്ടും അല്ലാതെയും പല തവണകളായി 2.5 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ജോലി വാഗ്ദാനം നൽകി അനിൽകുമാർ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് വ്യാജമായിട്ട് തയ്യാറാക്കിയിട്ട് ഇയാളുടെ മോഡസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഓഫീസുകളിൽ ചെന്നിട്ട് ഇവരെ കൊണ്ട് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ചെല്ലും. പക്ഷേ ആ ഓഫീസിലെ സ്റ്റാഫിനൊന്നും യാതൊരു ബന്ധമില്ല. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങുന്നത്. പക്ഷേ നിലവിൽ 2 പരാതിയുണ്ട്. നമ്മളിപ്പോൾ 2ാമത്തെ പേര് രജിസ്റ്റർ ചെയ്തു. 5 മാസം താൽക്കാലിക നിയമനവും തുടർന്ന് സ്ഥിര നിയമനവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ പണം നൽകിയവരെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി ആരോഗ്യവകുപ്പിന്റെ ID കാർഡും ധരിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ കയറിയിറങ്ങുകയും ചെയ്തു. വിശ്വസിപ്പിക്കാനായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിലുള്ള വ്യാജ ഉത്തരവുകളും ഇയാൾ തയ്യാറാക്കി നൽകി. അനിൽകുമാർ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ജനം, ആലപ്പുഴ. അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശ് സ്വദേശികളായ 27 പേരെ പറവൂർ പോലീസ് പിടികൂടി. പോലീസും ഭീകരവിരുദ്ധ സേനയും നടത്തിയ സംയുക്ത തിരച്ചിലാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പറവൂർ മന്നം ജംഗ്ഷൻ സമീപമുള്ള അർഷാദിന്റെ വാടക വീട്ടിൽ നിന്നും മന്നം തത്തപ്പള്ളി റോഡിൽ KSEBക്ക് സമീപമുള്ള വാടക കെട്ടിടത്തിൽ നിന്നുമായി 54 പേരുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ഇവരിൽ നിന്നും ആവശ്യമായ രേഖകൾ ഇല്ലാതെ അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശികളായ 27 പേരെയാണ് പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ പോലീസ് പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്നും തെളിഞ്ഞു. തുടർന്ന് പ്രതികളെ ആലുവ SP ഓഫീസിലേക്ക് മാറ്റി. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുനമ്പം DYSP S ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പറവൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഷോജോ വർഗീസിന്റെയും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. ജനം, കൊച്ചി. കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശേഖരിച്ച് കേന്ദ്ര ഏജൻസികൾ. ബംഗ്ലാദേശി സാന്നിധ്യം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശികൾക്ക് ഭീകരവാദ സംഘടനാ ബന്ധങ്ങളോ വലിയ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഇല്ലെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നുഴഞ്ഞുകയറി എത്താനുള്ള സാധ്യത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും തള്ളുന്നില്ല. ഇതിനൊപ്പം ഇവരെ കേരളത്തിൽ സംരക്ഷിക്കുന്നവരുടെ പശ്ചാത്തലവും ലക്ഷ്യങ്ങളും ദുരൂഹമാണ്. ഈ സാഹചര്യത്തിലാണ് NIAയും കേന്ദ്ര IBയും റിപ്പോർട്ട് ശേഖരിച്ചത്. എറണാകുളം റൂറൽ പോലീസിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയിരുന്നത്. റൂറൽ മേഖലയിൽ ഇതുവരെ പിടിയിലായ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെയെല്ലാം NIAയും IBയും ചോദ്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ATSും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തിരുന്നു. പോലീസിന്റെ തുടരന്വേഷണം കണ്ടെത്തലുകൾ ബംഗ്ലാദേശി താവളങ്ങളായി മാറുന്നതായി കണ്ടെത്തിയ പ്രദേശങ്ങൾ, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകൾ എന്നിവയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത്. ബംഗ്ലാദേശി സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ തേടാറുണ്ട്. ജനം, കൊച്ചി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കായി അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും.
ബുധനാഴ്ച മുതൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാകുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. അതേസമയം സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ആലത്തൂർ സബ് ജയിലിൽ നിന്ന് ചെന്താമരയെ ഇന്നലെ വിയൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ വൈകിട്ട് 7:45ഓടെയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റിയത്. ആലത്തൂർ സബ് ജയിലിൽ പ്രവേശിപ്പിച്ച് 24 മണിക്കൂർ തികയും മുൻപ് തന്നെ ജയിലധികൃതർ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ചെന്താമരയെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രതിയെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. സഹതടവുകാർക്കും ചെന്താമരയുടെ സാന്നിധ്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൊലപാതക രീതി പ്രതിയെ കൊണ്ട് പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് പോലീസ് പദ്ധതിയിടുന്നത്. പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി ഇന്നോ നാളെയോ ജയിലിലെത്തി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതി മൊഴികളിൽ ഉറച്ചു നിൽക്കില്ലെന്ന നിഗമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി കോടതിയിലെത്തിയപ്പോൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അഖിലയെയും അതുല്യയെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലത്തൂരിലെ ബന്ധുവീട്ടിലെത്തി കണ്ടു. മൂത്ത മകൾ അതുല്യയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിളിച്ച് ആവശ്യപ്പെട്ടതായി ചെന്നിത്തല പറഞ്ഞു. ചെന്താമര അറസ്റ്റിലായപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തത് അസംബന്ധമാണെന്നും കേസ് റദ്ദാക്കാൻ DGPയോട് ആവശ്യപ്പെടുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ജനം, പാലക്കാട്. ലോൺ ആപ്പ് തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര കണ്ണികൾ. 1650 കോടിയുടെ തട്ടിപ്പെന്ന് ED കോടതിയിൽ. ഈ ED റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. അറസ്റ്റിലായ 4 പ്രതികളെയും 4 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിലായവർ മഞ്ഞുമലയുടെ ഒരറ്റത്തുള്ളവർ മാത്രമാണെന്ന് ED കോടതിയിൽ വ്യക്തമാക്കി. വൻ കണ്ണികൾ പിന്നിലുണ്ട്. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. 2023 തട്ടിപ്പിന് തുടക്കം. തട്ടിപ്പിന് ഉപയോഗിച്ചത് ചൈനീസ് ആപ്പുകളാണെന്നും കണ്ടെത്തി. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കും തട്ടിപ്പ് പണം എത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതികളെല്ലാം ബിരുദധാരികളാണ്. ഫെബ്രുവരി 13 വരെ റിമാൻഡ് ചെയ്ത പ്രതികളെ 4 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. തട്ടിപ്പ് പണം എത്തിയത് US, ചൈന, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. വായ്പയെടുത്തവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലും ഹരിയാനയിലും അടക്കം തട്ടിപ്പ് നടന്ന കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്ത 10 FIRകളിലാണ് ECIR രജിസ്റ്റർ ചെയ്ത് ED അന്വേഷണം നടത്തുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീളുന്നത്. 1650 കോടി രൂപയുടെ തട്ടിപ്പ്. നിലവിലെ അന്വേഷണത്തിൽ മാത്രം 500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കൃത്യമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ 4 പേർ മാത്രമല്ല കണ്ണികൾ. ഇതിലധികം പേർ ഇപ്പോഴും പിന്നാമ്പുറങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധികൾക്കപ്പുറം നിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. തൃപ്പൂണിത്തറ ആത്മഹത്യ ചെയ്ത 10ാം ക്ലാസ്സുകാരൻ റാഗിങ്ങിന് നേരിട്ടേണ്ടി വന്നെന്ന പരാതി നൽകിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. തനിക്ക് ഇത്തരത്തിൽ റാഗിംഗ് നേരിടേണ്ടി വന്നിരുന്നു എന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. തൃപ്പൂണിത്തറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റേതാണ് വിശദീകരണം. മിഹിറിന്റെ ആത്മഹത്യയിൽ കുട്ടിയുടെ കുടുംബം ഇതുവരെ റാഗിംഗ് പരാതി ഉന്നയിച്ചിട്ടില്ല. സമൂഹ മാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. തനിക്ക് ഇത്തരത്തിൽ റാഗിംഗ് നേരിട്ടിരുന്നുവെന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് എത്തി സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്കൂളിന് ഒന്നും മറച്ചുവെക്കാൻ ഇല്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ അറിയിച്ചു. 15-കാരൻ മിഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ പോലീസ് മേധാവിക്ക് കുട്ടിയുടെ അമ്മ പരാതി നൽകിയിരുന്നു. കുട്ടി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായാണ് പരാതിയിൽ പറയുന്നത്. സഹപാഠികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് മിഹിർ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. റാഗിങ്ങിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ഈ സ്ക്രീൻഷോട്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്കൂൾ അധികൃതരുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. ജനം, കൊച്ചി.
തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. KSU പ്രവർത്തകനായ ഷാജിയെ കമ്പിവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതിനും സ്റ്റേജിൽ കയറി സർവകലാശാല ചെയർപേഴ്സൺ നിദ ഫാത്തിമയെ തള്ളിയിട്ടതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. പെൺകുട്ടികളെ അസഭ്യം വിളിച്ചുവെന്നും FIR-ലുണ്ട്. സംഘർഷത്തിനിടെ തന്റെ കാൽ തല്ലിയൊടിച്ചുവെന്നും ഷാജിയുടെ പരാതിയിൽ പറയുന്നു. നേരത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് KSU നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 3 പേർ റിമാൻഡിലുമാണ്. ഡി-സോൺ കലോത്സവത്തിലെ സംഘർഷത്തെ തുടർന്ന് വ്യാപകമായ സംഘർഷങ്ങളാണ് ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ അരങ്ങേറിയത്. ജനം, തൃശൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവ വേദികളിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ബിംബങ്ങളും പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും പലസ്തീൻ്റെ കൊടി അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. MSF-ഉം KSU-വും ചേർന്ന UDSF ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. അധിനിവേശ രാഷ്ട്രത്തിനെതിരെ തൂലിക പടവാളാക്കിയ അങ്ങ് ഇന്നും സ്മരണീയനാണ്. കലകൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയെ സ്മരിക്കുന്നു. ഓ ഹസാൻ, അങ്ങയ്ക്കായി ഇവിടം സമർപ്പിക്കുന്നു. ഡി-സോൺ കലോത്സവത്തിന് UDSF നൽകിയിരിക്കുന്ന പേര് പാലസ്തീൻ നൃത്തമായ ഡാബ്കെ ലയാലി എന്നാണ്. കലോത്സവ നഗരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന്റെ പേര് ഡാബ്ക ഗാഡി. പരിപാടികൾ നടത്തുന്ന 5 വേദികൾക്കും പലസ്തീൻ കവികളും മാധ്യമപ്രവർത്തകരുമായ ദർവേഷ്, ഖസാൻ, സാമിയ, റഫാത്ത്, ഷിറീൻ എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. പാലസ്തീൻ കൊടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചിത്രങ്ങളും പലയിടങ്ങളിലായി വരച്ചിട്ടുണ്ട്. കലോത്സവ നഗരിയിലേക്ക് കയറുമ്പോൾ തന്നെ പച്ചക്കോട്ടയിലേക്ക് സ്വാഗതം എന്ന പേരിലുള്ള ബോർഡുകളും കാണാൻ സാധിക്കും. കലോത്സവത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളിൽ ഇസ്രായേലിനു നേരെ ഭീകരാക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച ഇൻതിഫാദ എന്ന വാചകവും ഉപയോഗിച്ചിട്ടുണ്ട്. പലസ്തീൻ എഴുത്തുകാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റുകളും അടിക്കടി മുഴങ്ങുന്നുണ്ട്. അധിനിവേശ രാഷ്ട്രത്തിനെതിരെ തൂലിക പടവാളാക്കിയ അങ്ങ് ഇന്നും സ്മരണീയനാണ്. കലകൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയെ സ്മരിക്കുന്നു. ഓ ഹസാൻ, അങ്ങയ്ക്കായി ഇവിടം സമർപ്പിക്കുന്നു. കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ 27 മുതൽ 31 വരെയാണ് കലോത്സവം നടക്കുന്നത്. വടകര MP ഷാഫി പറമ്പിലായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്ര താരം ആസിഫ് അലി ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. ജനം, കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്. വി വിനീഷ്.